ശ്രീ നാസർ കൂടത്തായി സമരസഹായ സമിതിയുടെ പ്രതിനിധി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നാസർ കൂടത്തായി, നിങ്ങൾ ഈ കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്ന ആക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുന്നു മാത്രമല്ല, നിങ്ങളാണ് സർവത്ര കുഴപ്പം, അതിനകത്ത് നിരോധിത സംഘടനകളുടെ ഇൻവോൾവ്മെന്റ് അടക്കം പോലീസ് അന്വേഷിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അല്ല, നിരോധിത സംഘടനകളുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. അന്വേഷിക്കട്ടെ, ആ പോലീസ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരട്ടെ. പക്ഷെ പോലീസ് ഇതിൽ വിഷയത്തെ മാറ്റിവിടാൻ വേണ്ടിയുള്ള ഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരം സംഘടനകൾക്ക് നേരെ ആരോപണം അയച്ചു വിട്ടുകൊണ്ട് വിഷയത്തെ മാറ്റിവിടാൻ ശ്രമിക്കുന്നത്. ഇന്നലെ അവിടെ നടന്നിട്ടുള്ള വമ്പിച്ച റാലി മനുഷ്യരാശിയെ മുഴുവനും ചിന്തിപ്പിക്കുന്ന വിധത്തിലുള്ള വലിയൊരു റാലിയാണ് നടത്തിയത്. ഒരു രാഷ്ട്രീയ സംഘടന പോലും മാറി നിൽക്കാതെ ഇപ്പൊ നിരോധിത സംഘടന എന്ന് ആക്ഷേപിക്കുന്ന ആ സംഘടന പക്ഷത്തുള്ള മുഖ്യ രാഷ്ട്രീയ സംഘടനകളായ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഡിവൈഎഫ്ഐ, CPM, അതുപോലെ തന്നെ BJP, അതിനൊക്കെ 3-4 നേതാക്കന്മാർ, ജില്ലാ, സ്റ്റേറ്റ്, ബ്ലോക്ക് നേതാക്കന്മാർ അണിനിരന്നുകൊണ്ട് നടത്തിയ വലിയൊരു പ്രക്ഷോഭമാണ് ഇന്നലെ അവിടെ നടന്നിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടി പോലും അതുകൊണ്ട് മാറി നിന്നിട്ടില്ല. ഒരു പാർട്ടിക്ക് പോലും, ഭരിക്കുന്ന CPM-നോ കേന്ദ്രം ഭരിക്കുന്ന BJP-ക്കോ പോലും ഒരാക്ഷേപവും ഇല്ലാതെ പോലീസ് കരുതിക്കൂട്ടി ഇത് വിഷയം വർഗീയവൽക്കരിക്കുകയോ നിരോധിത സംഘടന ഒഴിഞ്ഞു കയറുന്നു എന്നോ അല്ലെങ്കിൽ സമരസമിതിയുടെ ചെയർമാന് ക്രിമിനൽ കുറ്റമുണ്ട് എന്നോ വിഷയം മാറ്റിവിടാൻ വേണ്ടിയുള്ള പോലീസിന്റെ ഗൂഢമായിരിക്കുന്ന തന്ത്രമാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് പോലീസ് നിലപാടിനെ ശക്തമായിക്കൊണ്ട് എല്ലാ സംഘടനകളും അപലപിക്കുകയാണ്. ഇവിടെ സമരസമിതിയുടെ ചെയർമാൻ ബാബു കുടിക്കൽ ക്രിമിനൽ കുറ്റക്കാരനാണെങ്കിൽ ഈ സമരം പരസ്യമായി കൊണ്ട് നടന്ന ഒട്ടേറെ സമരങ്ങളുണ്ട്. ഒരു സമരത്തിൽ പോലും പോലീസിന്റെ ഭാഗത്തുനിന്നോ ആരുടെ ഭാഗത്തുകൊണ്ടോ ബാബുവിനെതിരെ അങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആണെങ്കിൽ ജയിലിലടക്കേണ്ടത് പോലീസായിരുന്നു. പക്ഷെ ഇതുവരെ സമരം പരസ്യമായി കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന എല്ലാ സമരത്തിനും നേതൃത്വം നൽകുകയും എല്ലാ പ്രക്ഷോഭ പരിപാടികളിലെയും നേതൃത്വം നൽകുകയും ചെയ്തുള്ള ബാബു കുടുക്കിനെതിരെ ഈ വിഷയത്തിൽ മാത്രം ഒരു ക്രിമിനൽ കുറ്റം ആരോപിച്ച് പോലീസ് വിഷയത്തെ മാറ്റിവിടാൻ ശ്രമിക്കുകയാണ്. പോലീസ് മനുഷ്യനാവണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ വിഷയത്തിൽ നീതിപൂർവമായ സമീപനം പോലീസിന്റെ ഭാഗത്തുകൊണ്ടുണ്ടായിട്ടില്ല. അവിടെ 4 മണിവരെ ശാന്തമായി സമാധാനപരമായി സമരം നടത്തിയത് 4 മണിക്ക് ശേഷം അത് പ്രക്ഷുബ്ധമാവാറുള്ള പ്രധാന കാരണം ഒരു CI ഉദ്യോഗസ്ഥന്റെ ഒരു വഴിവിട്ട ഇടപെടലാണ് എന്ന കാര്യം ആ സമരത്തിൽ പങ്കെടുത്തവരും ജനങ്ങളും ഒട്ടും പറയുന്നുണ്ടല്ലോ. അതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗൂഢമായ തന്ത്രത്തിന്റെ ഭാഗമായി കൊണ്ടാണ് അദ്ദേഹം ഈ കമ്പനി ഉടമകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പോലീസ് ഈ കമ്പനി ഉടമകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വലിയൊരു കുതന്ത്രത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ആ സമരം അക്രമാസക്തമാവുകയും ജനങ്ങളെ ചരച്ചരക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അതേ പോലീസ് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ള കുതന്ത്രങ്ങളെ മറച്ചുവെക്കാൻ വേണ്ടി ഈ വിഷയം ഏതെങ്കിലും നിരോധിത സംഘടനകളുടെ നുഴഞ്ഞുകയറ്റമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പോലീസ് അത് പുറത്തു കൊണ്ടുവരട്ടെ. പോലീസിന്റെ അന്വേഷണത്തിന് ഒരാളും ഒരു തടസ്സവും ഉന്നയിച്ചിട്ടില്ല. പോലീസ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം ഏത് സംഘടനയുടെ, ഏത് വ്യക്തി, ഏത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇതിൽ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളിതിൽ മനസ്സിലാക്കുന്നത് പോലീസ് ഇവിടെ കമ്പനിക്ക് ചൂട്ടുപിടിക്കുകയാണ്. കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരാരോ ഇത് തീവച്ചോ എന്ന കാര്യം ഞങ്ങൾ സംശയിക്കുകയാണ്. കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രക്ഷുബ്ധമാക്കി ജനങ്ങൾക്ക് നേരെ കല്ലേറ് നടത്തി ജനങ്ങൾ കൊണ്ട് തിരിച്ച് കല്ലേറ് വാങ്ങി പോലീസ് ഒരു യുദ്ധക്കളം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതിന്റെ പിന്നിൽ കമ്പനി ഉടമയും പോലീസും നടത്തിയിട്ടുള്ള ഒരു ഒത്തുകളിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ആരോപിക്കുകയാണ്. പോലീസ് അന്വേഷിക്കേണ്ട കാര്യം പുറത്തു കൊണ്ടുവരട്ടെ. ശരി, പോലീസ് അക്കാര്യത്തിൽ വ്യക്തതയുള്ള തെളിവുകളുമായി വരട്ടെ എന്നാണ് സമരസമിതി മുന്നോട്ട് വെക്കുന്ന പോയിന്റ്.